ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ചെറിയ സാധനം പറയാൻ വേണ്ടി വന്നതാണ്. ചുറ്റും ശബ്ദങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാനതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നാളെ മുതൽ ഒരു എക്സ്ക്യൂസും ഇല്ല, നല്ല കണ്ടൻറ്റുകൾ ഞാൻ നാളെ തൊട്ട് പോസ്റ്റ് ചെയ്യും. ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു രൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും കൊണ്ടൊരു വീഡിയോ എടുത്തു. ഇത് വെറും ഒരു പ്രതിമയാണ്, ഇതിനെ ഒരു മുട്ടുസൂചി അനക്കാൻ പോലും കഴിവില്ല എന്നുള്ളൊരു ഫാക്റ്റ്, ഒരു സത്യം ഞാൻ പറഞ്ഞൊരു വീഡിയോ റീലിട്ടു. താഴെ തുടക്കം തൊട്ടേ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നു, പോസിറ്റീവും വന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്തായിരിക്കും എല്ലാവരുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അതിലൊരു 80% പോസിറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. ഒരു 20% വളരെ മോശമായിട്ട് കമൻ്റ് ഇട്ടവരുണ്ട്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് പല രീതിക്ക് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പലരും അവിടെ വന്ന് കമൻ്റ് ഇട്ടു. ഞാൻ അതിനൊക്കെ നല്ല സഭ്യമായ ഭാഷയിൽ മാന്യമായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ റിപ്ലൈ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പ്രൊവോക്ക് ആയിട്ടില്ല എന്ന്. കമൻറ്റ് പോലും എന്നെ പ്രൊവോക്ക് ആക്കിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കത് ട്രിഗറായി അവർ വീണ്ടും എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതിലൊന്നും ഞാൻ വിഴുന്നില്ല. സ്റ്റോയിസിസം ഒക്കെ വായിച്ച് പഠിച്ച് അതിൻ്റെ ഗുണം എനിക്ക് ഇപ്പോഴാണ് ആ ഒരു റിയൽ ലൈഫിൽ പ്രൂവ് ആയത്. കാരണം നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പോൾ കുറേ പേര് വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കുമ്പോൾ മറ്റുള്ള ആൾ അത് ചെയ്യുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനും പ്രൊവോക്ക് ചെയ്യാനും ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളതിനെ റിയാക്ട് ചെയ്യുന്ന വിധം മാറ്റിക്കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് അവർക്ക് തന്നെ ബാക്ക് ഫെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തളർന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് അവർ പ്രൊവോക്കായി വന്ന് തെറി വിളിക്കുന്നത്. അപ്പോൾ അവരെ പോലെ വീക്ക് മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് തെറി വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർ നിൽക്കുമ്പോൾ ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നതാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. നിങ്ങൾക്ക് സൗമ്യമായിട്ട് കൊടുക്കാൻ പറ്റിയ കൊടുക്കുക, അത് അവരെ കൂടുതൽ പ്രകോപനം കൊള്ളിക്കും. അവരെ മതം പഠിപ്പിച്ചതായിരിക്കും അവർ വന്ന് തുപ്പുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ റീല് കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം അത് കാണാൻ വേണ്ടിയാണ് ഞാൻ അത് ഓഫാക്കാതെ അങ്ങനെ തന്നെ ഇട്ടിരുന്നത്. കാരണം എന്താണ് ഈ നാട്ടിലുള്ള മതവിശ്വാസികളുടെ ശരിക്കുള്ള സ്വഭാവം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കമൻറ്റ് ബോക്സ് ഓണാക്കിയിട്ടിരുന്നത്. കണ്ടിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും, ചിന്തിക്കാത്തവരും ഉണ്ടാവും. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന മണ്ടൻ എന്ന് തോന്നുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീക്ക്നെസ്സാണ്. ഒരാളുടെ പ്രൊവോക്കിൽ വീഴാൻ പോകുന്നതാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പോൾ ഇന്നത്തേൽ ഞാൻ സ്റ്റോയിസിസത്തിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. സ്റ്റോയിസിസം എന്ന് പറഞ്ഞാൽ ഇമോഷൻ ലെസ് അല്ല, ഇമോഷൻ അണ്ടർ കൺട്രോളാണ്. ചെയ്യാതിരിക്കുമ്പോൾ വീഡിയോയിൽ പടക്കം പൊട്ടിച്ചപ്പോൾ ഞാൻ ഇറിറ്റേറ്റഡായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വേറെ, ഞാൻ അവരുടെ അടുത്ത് പോയത് പ്രതികരിക്കുന്നില്ല. എൻ്റെ മൈൻഡിൽ അതെന്തായാലും ഉണ്ടാവും, ഞാൻ അത് റിയാക്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ റിയലായിട്ടെല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് വീഡിയോയിൽ കണ്ടു. അപ്പോൾ സൈലൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അറ്റാക്ക്. നിങ്ങളുടെ സൈലൻസ് ആണ് ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നൊരു കാര്യം. എന്നും പറയുന്ന പോലെയല്ല, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടാറ്റാ ബൈ.